ഹായ് ഗൈസ്, ഇതൊരു കുട്ടി വ്ളോഗാണ്. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസസ് ടു ഗോ ഫോർ എ വാക്ക്. ഇതാണ് ഗ്ലെൻകോഴ്സ് റിസർവോയർ. ഞാൻ ബസ് എടുത്തിട്ടാണ് ഇവിടെ ഈ സ്പോട്ടിൽ വരുന്നത്. എഡിൻബറയിൽ നിന്നാണെങ്കിൽ 20 to 30 minutes മാത്രമേ ഉള്ളൂ. ആൻഡ് ദെൻ നമ്മൾ ഫ്ലോട്ടർസ്റ്റോൺ എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങണ്ടേ. അവിടുന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സൈൻ ബോർഡ് കാണാൻ പറ്റും. ആൻഡ് കുറച്ചും കൂടെ നടക്കുമ്പോൾ അവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കാണാം, ഒരു കുട്ടി റെസ്റ്റ് പ്ലേസും കാണാം. അവിടെ തന്നെ ലൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അഥവാ നിങ്ങൾക്ക് ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ അവിടുന്ന് പോയതിന് ശേഷം നേരെ നടക്കുക. ബിക്കോസ് പിന്നെ കടയും കാര്യങ്ങളും ഒന്നും കാണാൻ ഒരു വഴിയുമില്ല. ഈ റിസർവെയറിൽ കുറേ പാർട്സ് ഉണ്ട്. ഞാൻ നോർമലി നടക്കുന്നത് ലേക്ക് സൈഡിലോട്ടാണ്. ബിക്കോസ് എനിക്ക് വാട്ടർ ബോഡീസ് കുറച്ചും കൂടെ ഇഷ്ടമായതുകൊണ്ട് ആ ഏരിയയിലോട്ട് ഞാൻ എപ്പോഴും പോകുന്നത്. ലേക്ക് സൈഡിലോട്ടാണ് പോകുന്നതെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 45 to 1 hour കാണും നടക്കാൻ വേണ്ടിയിട്ട്. ലൈക്ക് ഒരു മൗണ്ടൻ ക്ലൈംബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബ്യൂട്ടിഫുൾ ലേക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ നടത്തയുടെ സ്പീഡ് അനുസരിച്ചിരിക്കും. എൻ്റെ കേസാണെങ്കിൽ ഞാൻ പതുക്കെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ നടക്കത്തുള്ളൂ. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നടന്ന് അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് നെറ്റ്വർക്ക് കണക്ഷൻസ് ഒന്നും കിട്ടത്തില്ല. അതൊരു നല്ല കാര്യമാണ്. സെയിം ടൈം ഇറ്റ് ഹാസ് എ പ്രോബ്ലം ഓൾസോ. ലൈക്ക് ആരും വിളിച്ചാൽ കിട്ടത്തില്ല. മേ ബി ഞാനൊരു ലൈക്ക് ഓൾഡ് സ്കൂൾ ക്ലീഷേ വൈബൊക്കെ ആയിരിക്കും. പക്ഷേ ഐ ലവ് ഈ സീനറി. കുറേ നേരം ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് ഇറ്റ് ജസ്റ്റ് മേക്സ് മീ ഫീൽ വെരി പീസ്ഫുൾ. അതുകൊണ്ട് തന്നെ എനിക്ക് ഹൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് എവറി ടൈം ഐ കം ഹിയർ ഇവിടെ നടക്കാനും ഓടാനും പിന്നെ പട്ടിക്കുട്ടികളെ വാക്കിന് കൊണ്ടുവരാൻ വേണ്ടി കുറേ ആൾക്കാർ വരാറുണ്ട്. ആൻഡ് ഐ ഫീൽ ലൈക്ക് ദേ ആർ വെരി ഫ്രണ്ട്ലി ഓൾസോ. പിന്നെ ഈ വെള്ളം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയുടെ മുകളിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ടു വാച്ച്. ആൻഡ് ദിസ് ഈസ് നോട്ട് ദ എൻഡ്. ലൈക്ക് ഇനിയും നടക്കാനുണ്ട്. ഇനിയും കുറേ നടന്നതിന് ശേഷം ഒരു മലയും കൂടെ ഉണ്ട്. ആ മലയും കൂടെ കടന്നു കഴിയുമ്പോഴത്തേക്കായിരിക്കും ദ സെക്കൻഡ് ലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഐ ബിലീവ് ദാറ്റ് ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ എൻഡ് ആവുന്നത് ആ ലേക്ക് കാണുമ്പോഴത്തേക്കാണ്. എവിടെയാണെങ്കിൽ കുറേ ചെമ്മരിയാടുകളുണ്ട്. ലൈക്ക് ഇങ്ങനെ അമ്മയും കുട്ടികളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ തന്നെ ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ ഞാനിങ്ങനെ കൂടെ നടന്നുകൊണ്ട് പോയപ്പോഴത്തേക്ക് ഇത്രയും ചെമ്മരിയാടുകൾ റോഡിൻ്റെ നടുക്ക് നിൽക്കുമായിരുന്നു. അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെൻസിൻ്റെ അകത്താണ്. ഈ ഫെൻസ് അവർ പൊട്ടിച്ച് എങ്ങനെയോ പുറത്ത് ചാടി നിൽക്കുന്ന സീനാണ് ഈ കാണുന്നത്. ഞാനിവിടെ കാറിൽ തന്നെ റൗണ്ട്സ് എടുക്കുന്നുണ്ട്. ഇവിടുത്തെ റിസർവറിലെ ഓഫീസേഴ്സ് ആയിരിക്കും. അപ്പോൾ അവരിവരെ ഈ കാണുമ്പോഴത്തേക്ക് വീണ്ടും പിടിച്ച് ഈ ഫെൻസിൻ്റെ അകത്തോട്ടിടും. പക്ഷെ ഇവർ വീണ്ടും ചാടി പുറത്ത് നിൽക്കുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ലൈക്ക് ഭയങ്കര ഇങ്ങനെ മേന്നുള്ളൊരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അടുത്ത് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര കൗതുകമായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഈ കല്ലിൽ തട്ടിയിട്ട് ഈ വെള്ളം പോകുന്നതിൻ്റെ ശബ്ദമൊക്കെ വാവ്, ഐ വുഡ് സേ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ ഇങ്ങനെ വലിയ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാനിങ്ങനെ നേരിട്ടാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഈ വണ്ടിയിലോ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ടുള്ളൂ ഈ മലയും കാര്യങ്ങളുമൊക്കെ. ബട്ട് ഇൻ റിയൽ തൊട്ടടുത്ത് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര വാവ് എന്നുള്ളൊരു ഫീലാണ്. പിന്നെ ആ കുഞ്ഞി വൈറ്റ് കാണുന്നത് ഫുള്ള് ചെമ്മരിയാടുകളാണ്. ആൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ടു സീ വാട്ട് എവർ ദേ ആർ ഡൂയിങ് ദെയർ. പിന്നെ ഇവിടെ കുറേ നേരം ഞാൻ സ്പെൻഡ് ചെയ്തു. ഇവിടെ ഒരു ചെയർ പോലെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയർ മാത്രം ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ കുറേ നേരം ഇരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ ടു വാച്ച് എവറിതിങ്. പിന്നെ ഈ ഒരു ഏരിയ കഴിയുമ്പോഴത്തേക്ക് പീക്കാണ്. ദിസ് ഇസ് ലൈക്ക് കുറച്ച് ക്ലൈംബ് ചെയ്യണം. അവിടെയും ഫുള്ള് ചെമ്മരിയാടുകളായിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ്. ഒരു പേടിയൊന്നുമില്ലായിരുന്നു കേട്ടോ. അവർക്ക് ഇങ്ങനെ കൂസലില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നൊക്കെ പറയത്തില്ല, അതേപോലെ അങ്ങനെ നടക്കുകയായിരുന്നു ഫ്രീ ആയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ ആ സ്പോട്ടെത്തി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വലിയ ലേക്ക് നമുക്കവിടെ ഇരിക്കാൻ വേണ്ടി പറ്റും. അത്ര സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമല്ല, പക്ഷെ എന്നാൽ പോലും ഒരു കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമായിരിക്കും. സോ ഐ ടോൾഡ് യു ലൈക്ക് നേരത്തെ തന്നെ എന്തെങ്കിലും ഒന്ന് സ്നാക്സോ കാര്യങ്ങളോ കയ്യിൽ ക്യാരി ചെയ്യുക. സോ ദാറ്റ് അടുത്തൊന്നും കടയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളങ്ങോട്ട് ക്ലൈംബ് ചെയ്യുമ്പോഴത്തേക്ക്. സോ ദെൻ ഇറ്റ്സ് ലൈക്ക് കുറേ നേരം ഇരുന്നു പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്ത്.
ആൻഡ് ഇഫ് യു ആർ അറൗണ്ട് എഡിംബ്ര ഈ ഒരു സ്ഥലം പോയി കാണുന്നതിന് ഒരു തെറ്റുമില്ല. യു വിൽ നോട്ട് റിഗ്രറ്റ് ഇറ്റ്. യു വിൽ ഡെഫിനറ്റ്ലി ലവ് ദ പ്ലേസ്. സോ യാ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.